ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോ ഏവർക്കും അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ് ഗ്രീഷ്മ? ഇന്ന് ഇസ്കോൺ, ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഇസ്കോൺ ഉണ്ട്, അവളുടെ തന്നെയാണ് ബാംഗ്ലൂരുള്ള ഇസ്കോണ് ടെമ്പിളിലോട്ട് പോവാണ്. ഇസ്കോൺ എന്തിനാണ് എനിക്ക് മനസ്സിലായി. ഞാനും പോയിട്ടൊന്നുമില്ല. ഇസ്കോൺ ശ്രീകൃഷ്ണന്റെ ഇത് ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ എന്നാണ് തോന്നുന്നത്. അവിടെ അവളുടെ ആണെന്നാണ് പറയണത്. പോയി നോക്കാം. സ്ഥലം ഏതാണ്? 10 രൂപ. 10 രൂപ എങ്ങനെയാ? 10 എങ്ങനെയാ? 10 എങ്ങനെയാ? 1ഉം 0 എഴുതുമ്പോ 10 ആവും അല്ലേ? അപ്പൊ ആ നോട്ട് പോയിക്കോട്ടെ. ഇത് പോട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണെങ്കിൽ ഞാൻ കട്ട് ചെയ്താണ് അതിന്റെ വിട്ടിരിക്കുന്നത്. ബാക്കി തന്നെത്ര 10 തന്നെ. 1ഉം 0 ഉണ്ടോ നോക്ക്. കാണിച്ചോട് 1ഉം 0 കണ്ട. കാണിച്ചോട് 1 വന്നത് നിന്റെ പേഴ്സ് വെച്ചില്ല കേട്ടാ. പേഴ്സ് ഉണ്ടോ? ബാഗ് ഉണ്ടോ നോക്കട്ട്. ബാഗ് കാണിച്ചോട്. ആ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ട് കാണിച്ചോട്. അടിച്ചു ഊരി എടുക്കരുത്. തുണി അളവിൽ പോവേ ഉള്ളൂ. തലകുത്തനെ എടുക്കുന്നത്. കളിപ്പാട്ടം എന്തിനൊക്കെ കളിപ്പാട്ടം കൊണ്ടുവന്ന് 10 രൂപ പോയി വെച്ചോ. ബാക്കി പെട്രോൾ പമ്പ് കൊടുത്ത് 10 രൂപ അവള് ബാഗിനകത്ത് ഇട്ട് സേവിങ് ആക്കി വെക്കുകയാണ്. ഞാൻ കൊടുത്ത പൈസ സേവിങ്. അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഒന്ന് പൈസ ചോദിച്ചു തരൂ. നീ തരോ? ശരി, ഓക്കെ. ബാഗ് ഇല്ലാതെ ഒരിടവും വരൂല. ഇത് ഈ ഡ്രസ്സ് നമ്മളൊന്ന് ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു. ഇന്നലെ പോയില്ലേ? അന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് അവർക്ക് ഇന്നലെ ഇടണം ആഗ്രഹം. നോക്കിയാണെങ്കിൽ എങ്ങനെ ഉണ്ട് ഡ്രസ്സ്? നിങ്ങൾക്ക് ചേർന്നുണ്ടോ ദീക്ക്? പിങ്ക് മാല, പിങ്ക് വള, ഇതാരൊക്കെ വാങ്ങിച്ചു തന്ന? പിങ്ക് മാല, പിങ്ക് വളയൊക്കെ. പിങ്ക് വളയൊക്കെ ആര് വാങ്ങിച്ചു തന്ന? പറ, ആര് വാങ്ങിച്ചു തന്ന? പിങ്ക് മാലയെ വള ക്ലിപ്പൊക്കെ ആര് വാങ്ങിച്ചു തന്ന? നമ്മളെ പള്ളിച്ചിൽ നിന്ന് ഈ വഴി വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മൾ. ഞാൻ ഇവിടെ കാർ ഇവിടെ ഇട്ടിട്ട് നെയ്യാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ നോർത്തിലേക്ക് കാണുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രം പള്ളിച്ചിൻ്റെ അടുത്താണ്. ഇവിടെ വീടിൻ്റെ അടുത്തുണ്ടായിട്ട് നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ നമ്മളെ ഇടയ്ക്ക് നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇന്ന് നോക്കി അടുത്ത ദിവസം കേട്ടാൽ നോർത്തിലേക്ക് എല്ലാം ആരാണ് പോയി. ഹേ ഗായ്സ്, ഞങ്ങളിതാ ഇസ്കോൺ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനും ബലരാമനുമാണ്. ബലരാമൻ ആരെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് ബലരാമൻ. ശ്രീകൃഷ്ണനും ബലരാമൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കുറേ വിഗ്രഹങ്ങളും ഒക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കസേരയുണ്ട്. അതിൻ്റെ ഇസ്കോണിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കസേരയുണ്ട്, പിന്നെ ഒരു സാമ്യ ഇതാ ഉണ്ട്. നല്ല ഒറിജിനാലിറ്റി ഉള്ളതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതവിടുത്തെ സ്ഥാപകനായിരിക്കാം. എന്തൊന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഒരു ഊഹം വെച്ചാണ് വന്നത്. സാമ്യം ഒരു നല്ല ഏകദേശം ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ ജീവൻ ഉളവാക്കുന്ന ഒരു പ്രതിഷ്ഠ തന്നെയാണ് ആ. ഹൈവേ ഉണ്ട് അല്ലേ? അടുത്തത് എന്താ ചെരുപ്പാ എൻ്റെ മോള്? ഏതൊക്കെ ചെരുപ്പാണോ? പിങ്കാ? വേറെ എന്ത് വേണം മക്കൾക്ക്? എന്ത് വേണം പറ, അച്ചപ്പം വാങ്ങിച്ചു തരും. കുറച്ച് മറ്റപ്പം നടന്നു പോകും.
ഇപ്പം പറയും ഞാൻ ഓർത്ത് വയ്ക്കുന്നത് എനിക്ക് വേറെ എന്തിനു വേണോ ചെരുപ്പ് നോക്കിയാൽ വേറെ എന്തിനാണ് എനിക്ക് ആവശ്യമുള്ളത് പേസ്റ്റാ ഓക്കെ അപ്പൊ പല്ലേക്ക് പേസ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ വിട്ടുപോയി പിന്നെ അതാണ് ഇന്ന് വാങ്ങിച്ചാൽ കേട്ടാ വേറെ എന്തിനു വേണം പിള്ളേക്ക് മതിയാ ശരി ഓക്കെ പാവ പിന്നെ അച്ഛന് ആനടുത്ത് പോയിട്ടോ ആനക്ക് ശേഖരൻ ഓടിച്ചോ ഓ പോയിട്ടോ ചെരുപ്പ് ആനെ കണ്ടിട്ട് വന്ന് തിരിച്ചെടുക്കാം ഇത് പെണ്ണ പേടി അല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് എന്നെ പെടുത്ത് കാരണം അടുത്ത് നമ്മള് പോണെന്ന് വെച്ചാൽ ചെരുപ്പ് വാങ്ങിക്കാം അല്ലേ എല്ലാം ചെയ്യാ ചെരുപ്പാണോ ഷൂ ആണോ എത്തുന്ന ഷൂവാ അത് അവിടെ കാണുന്നു നമുക്ക് എന്തായാലും ഞാൻ പോയി നോക്കാം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാ ഷൂ വേണം നിനക്ക് പേസ്റ്റും വേണം അല്ലേ മക്കളെ വേണം ഇപ്പം പറഞ്ഞോ അത് കുഴപ്പമില്ലടി മക്കളെ നീ പറയാടി അവള് അവക്കൊന്നും വേണ്ട നല്ല കുട്ടിയാണ് അവളെ കിട്ടുന്ന അവസരം പറ എന്ത് വേണം വേറെ അത് മതി പേസ്റ്റ് മതി ഉത്സവം തോന്നുന്നു ലൈറ്റായി നോക്കിയില്ലേ ആൾക്കാരൊക്കെ പോണുണ്ട് ഉത്സവം തന്നെ രാത്രി ആയെങ്കിൽ ഇവിടുത്തെ അടിപൊളി പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ടോ കാലില് പുതിയ ചെരുപ്പ് എന്താ വാങ്ങിച്ചിട്ടോ പോണോ ഇഷ്ടല്ലേ നല്ല അല്ലേ നടന്നു നോക്ക് നട ഒരു കാര്യം നട രണ്ട് ഇട്ട് കൊടുത്തു നല്ലത് ബ്രോ ഇപ്പൊ വേറെയൊക്കെ മോഡലൊക്കെ എടുത്തിട്ട് വന്നു ശരിയാ കൊള്ളായിരുന്നു ഇതും കൊള്ളാം ഇനി വില എങ്ങനെ ബ്രോ പറഞ്ഞത് കൊള്ളാം ചേട്ടാ ലൈറ്റ് കത്തുന്നില്ലേ ചവിട്ട് സ്പീഡിൽ ചവിട്ട് തല ആക്ക് ഈ
രണ്ട് കാര്യം ചോട്ട് ചവിട്ട് ഇങ്ങനെ കാലിങ്ങനെ വേണ്ട എന്നാടാ ആ ലൈറ്റ് കത്തണേ അങ്ങോട്ട് അമ്മേനടുത്ത് പോകും എന്താടാ രണ്ടും കത്ത് തന്നെ പ്ലേസ് ഇഷ്ടപ്പെട്ട കളി ഇന്ത്യയിലെ ഷൂ ഇത് ഇഷ്ടപ്പെട്ട ഇത് മതിയാ ആ ശരി ഇത് മതി ഇതെടുത്തോ അയ്യോ ക്രോസ് എല്ലാം ഉണ്ടല്ലേ ഇതൊക്കെ എങ്ങനത്തെ വരും ബ്രോ സ്റ്റാർട്ടിങ് ഒക്കെ എത്ര 590 രൂപ അങ്ങനെ നല്ല അടിപൊളി ക്വാളിറ്റി ക്രോസ് മോഡലൊക്കെ ഇവിടെ വന്നോ ഫസ്റ്റ് കോപ്പിയുണ്ട് പെരിങ്ങൻ മലയാണ് ഇത് എത്രയാണ് ബ്രോ 1300 ഓ അടിപൊളി കേട്ടോ നല്ല കട്ടിയും അതൊക്കെയാണ് ഇട്ടായിരിക്കും ഇതൊക്കെ ലേഡീസിൻ്റെ ഒക്കെ ചെരുപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ബ്രോ വില സ്റ്റാർട്ടിങ് ഇതൊക്കെ വന്നിട്ട് 590 ഇതൊക്കെ 339 330 നോക്കി എൻ്റെ രസം നല്ല നല്ല കളറാണ് ഈ ബ്ലാക്ക് ഇതൊക്കെ ബ്ലാക്ക് ഒരു ഊതം പറഞ്ഞാൽ മതി 300-400 രൂപ കൊടുത്തേക്കാം നോക്കിയാൽ നല്ല കളർ നമ്മളിവിടെ പെരിങ്ങമലയ്ക്ക് ഒരു കട ഉണ്ടായിട്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരിക്കൽ വന്നുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇവിടെ വന്നത് കാരണം നല്ല വെറുത്താണ് നല്ല ക്വാളിറ്റി ഉണ്ടാണ് പയ്യന്മാർ ചെരുപ്പാണ് നോക്കിയത് 300-400 250 പെരിങ്ങമലയാണ് ഈ കട പയ്യന്മാരിക്കായാലും പെൺമാരിക്കായാലും 300-200 രൂപയ്ക്കൊക്കെയാണ് ഇതെല്ലാം വേറെ ഓഫർ ഉപയോഗിച്ചിരിക്കില്ലേ 150 രൂപ ഓഫർ തുടങ്ങിയത് നല്ല നല്ല സാധനം നോക്കിയാണ് ഹേ ഗായ്സ് ഞങ്ങൾ ഇസ്കോണിൽ പോയ ബ്ലോഗാണ് കണ്ടത്. വളരെ എന്താ പറയുക, ഇസ്കോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ഉണ്ട്, അതേ ഇത് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ പൂജകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഈവനിങ് വിസിറ്റിംഗ് ടൈമിലാണ് പോയത്. അപ്പോൾ എല്ലാം കണ്ട് നല്ല അതേ മോഡലിൽ തന്നെയാണ് അവർ കോവിലിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. വളരെ വളരെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പ്രതിഷ്ഠ കാണാം. പിന്നെ ധാരാളം പ്രതിഷ്ഠകളുണ്ട്. പിന്നെ ഒരു സ്വാമിയുടെ ഒരു രൂപമുണ്ട്. അങ്ങനെ കുറച്ചാണെങ്കിലും നല്ല അവരുടെ ആർക്കിടെക്ചർ ബേസ് നോക്കുകയാണെങ്കിലും വളരെ ആ ബാംഗ്ലൂരിലുള്ള അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. ജിയയ്ക്ക് ഷൂ വാങ്ങി, കുറച്ച് സാധനങ്ങൾ വാങ്ങി. അങ്ങനെയുള്ള ഒരു ബ്ലോഗാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെയുള്ള ട്രാവലിംഗ് ബ്ലോഗ് വേണമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാറ്റാ.